കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പുനഃപ്രവേശനം അനിവാര്യമായ ഘടകമല്ലെന്ന് PJ ജോസഫ്. മുന്നണി മൊത്തത്തിൽ ചർച്ച ചെയ്ത് നല്ലതെന്ന് പറഞ്ഞാൽ എതിർക്കില്ല. മുന്നണി ഒറ്റക്കെട്ടായി നിന്നാൽ ജയിക്കുമെന്നും PJ ജോസഫ് പറഞ്ഞു. ഇന്ന് PJ ജോസഫിന്റെ പിറന്നാൾ ദിനം കൂടിയാണല്ലോ. നമുക്ക് PJ ജോസഫിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഈ മുന്നണി ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ജയിക്കും. കോട്ടയം സീറ്റ് ഞങ്ങളും മത്സരിച്ചപ്പം ജയിക്കുമെന്ന് സംശയമുണ്ടായിരുന്നു. 80,000 വോട്ടിനാണ് അവിടെ ജയിച്ചത്. അപ്പോൾ ഒറ്റക്കെട്ടായി നിന്നാൽ ജയിക്കാം. പിന്നെ എല്ലാവരും കൂടി അവരും കൂടെ വരേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കില്ല. അതെ, ഇപ്പോൾ അവർ ജയിച്ചിരുന്ന ആ സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയത്തല്ലേ സപ്പോർട്ടുണ്ടായിരുന്നതുകൊണ്ടും നമുക്ക് നല്ല വിജയം വരിക്കാൻ കഴിയും. അതെല്ലായിടത്തും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈ അവർ ജയിച്ച സീറ്റുകളൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളൂ. അതൊരു അനിവാര്യമായ ഘടകമല്ല. പക്ഷേ മൊത്തത്തിൽ എല്ലാവരോടും ചർച്ച ചെയ്യുമ്പോൾ അവർ കൂടെ വരുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അനുവദിക്കും. അതേസമയം ഇടതുമുന്നണിയിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു. പ്രാദേശിക തലത്തിൽ LDF വേണ്ട പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. വിവരങ്ങളുമായി ലെബി സജിന്ദനും അഖിൽ കെയും ഉണ്ട്. ലെബി, ഗുഡ് മോർണിംഗ് ലെബി. PJ ജോസഫിന്റെ 84ാം പിറന്നാൾ കൂടിയാണ് അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ PJ ജോസഫ് പറഞ്ഞത് ഒറ്റക്കെട്ടായി നിന്നാൽ ജയിക്കും, ആത്മവിശ്വാസമാണ് പുറപ്പെടുവിക്കുന്നത്. നമ്മുടെ പിറന്നാൾ സന്ദേശമൊക്കെ അറിയിച്ചല്ലോ അല്ലേ PJ? മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും നമ്മുടെ പിറന്നാൾ സന്ദേശമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചും നമ്മൾക്കും ആശംസകളൊക്കെ നേർന്നിട്ടുണ്ട്. PJ ജോസഫ് ഇന്ന് ശതാഭിഷേകത്തിന്റെ നിറവിലാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സൗമ്യ സാന്നിധ്യം കൂടിയാണ് അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിന് നമ്മൾ ഹൃദയംഗമമായ ആശംസകളൊക്കെ നേർന്നിട്ടുണ്ട്. ഡോക്ടർ അരുൺ, അദ്ദേഹം വളരെ ആലോചിച്ചുറപ്പിച്ചാണ് ഇത് സംബന്ധിച്ചുള്ള വിവാദത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്നലെ സെക്രട്ടേറിയറ്റും സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഇന്നലെ കോട്ടയത്ത് നടന്നപ്പോൾ വളരെ സൂക്ഷിച്ചു തന്നെയാണ് അദ്ദേഹം ആ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മുന്നണി വിപുലീകരണം സംബന്ധിച്ചുള്ള പ്രസ്താവനയിലൂടെയാണ് ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എം മുന്നണി പ്രവേശനം UDFിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള അഭ്യൂഹമൊക്കെ ഉണ്ടായത്. ഏതായാലും അതിനോട് വളരെ അവധാനതയോടുകൂടി ഇപ്പോൾ PJ ജോസഫ് പ്രതികരിച്ചിരിക്കുകയാണ്. കാരണം കോട്ടയം അടക്കമുള്ള LDFിലേക്ക് പോയ മണ്ഡലങ്ങളിലേക്ക് ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് കരുതി ഈ നിലവിൽ UDFന്റെ കെട്ടുറപ്പിന് കോട്ടമൊന്നുമില്ല. ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടെങ്കിൽ, ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടാനാവും. എങ്കിലും നിലവിൽ UDFിൽ ഈ കേരള കോൺഗ്രസ് എം കടന്നു വരിക എന്നുള്ളത് ഒരു അനിവാര്യമായ ഘടകമേ അല്ല. എങ്കിലും കെട്ടുറപ്പ് എന്നുള്ള വാക്ക് അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് കെട്ടുറപ്പിന് ക്ഷീണമാകുന്ന ഒരു പ്രവർത്തനവും കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. എല്ലാവരും ഒരുമിച്ച് UDFന്റെ മുന്നണിയിലുള്ള എല്ലാ ഘടകകക്ഷികളും ഒരുമിച്ച് ചേർന്ന് കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവരണം എന്നൊരു നിലപാട് സ്വീകരിച്ചാൽ ഒരിക്കലും ജോസഫ് വിഭാഗം എതിർക്കില്ല. അതല്ലാതെ ഒരു അനിവാര്യത നിലവിലില്ല. എങ്കിലും ഒറ്റക്കെട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കൈവിട്ടു പോയ സീറ്റുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാമെന്ന ശുഭാപ്തി വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. എങ്കിലും വളരെ ആലോചിച്ചുറപ്പിച്ച് ഒരു ആശയക്കുഴപ്പത്തിനിടയില്ലാത്ത രീതിയിൽ തന്നെയാണ് PJ ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത്.